മാമല കാത്തുവാണരുളോ വള്ളോന്റെ കയ്യിൽ ഉള്ളിമാൻ മഴു ശൂലവും തുടിയോ. പടയണിക്ക് ചൂട്ടുവെക്കുമ്പോൾ ഓരോ വർഷവും ഉയരുന്നൊരു ചോദ്യമുണ്ട്: പടയണി ഗ്രാമം എന്ന് പൂർത്തിയാകുമെന്ന്. 2007 ഉദ്ഘാടനം ചെയ്ത പടയണി ഗ്രാമം 20 വർഷത്തോട് അടുക്കുമ്പോഴും ഇതുവരെ എങ്ങുമെത്തിയില്ല. കടമനിട്ടയുടെ കണ്ണായ സ്ഥലത്ത് കണ്ടെത്തിയ 3 ഏക്കർ ഭൂമി ഇന്നിപ്പോൾ പാമ്പുകളുടെയും തെരുവുനായ്ക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും സുരക്ഷിത കേന്ദ്രമായി മാറി. തെക്കൻ കേരളത്തിന്റെ പ്രധാന കലാരൂപമായ പടയണിയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞവർ പാതിവഴിയിൽ ഇറക്കിവിട്ടു പോയെന്നാണ് ഈ കലാകാരന്മാരുടെ ആരോപണം. രണ്ടായിരത്തി 2007 മുതൽ ഇങ്ങോട്ട് 2026 എത്തി നിൽക്കുമ്പോൾ എവിടെ എത്തി എന്നുള്ള ചോദ്യത്തിന് ഞങ്ങളും വഴിയിലിറക്കപ്പെട്ടോ എന്നുള്ള സംശയത്തിലാണ്. ഏതാണ്ട് തെക്കൻ കേരളത്തിൻ്റെ സാംസ്കാരിക പെരുമ വിളിച്ചോതുന്ന പമ്പാനദീ സംസ്കാരത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന തെളിവായിട്ട് പറയപ്പെടാവുന്ന, അതുപോലെ തന്നെ ഏറെ ചരിത്രപരവും സാംസ്കാരികപരവും കലാപരവുമായ മൂല്യങ്ങളുള്ള പടയണി എന്ന് പറയുന്ന കലാരൂപത്തിന് ഒരു പഠന ഗവേഷണ കേന്ദ്രം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി അന്ന് പ്രഖ്യാപിക്കപ്പെട്ടതും ഞങ്ങൾ കടമനട്ടക്കാർ അതിനാവശ്യമായ 3 ഏക്കർ സ്ഥലം വാങ്ങിച്ച് ഇതിനുള്ള നിർമ്മാണ അനുമതി സർക്കാരിന് ഏൽപ്പിക്കുകയും ചെയ്തത്. എന്നാൽ അതിൻ്റെ ഏതാണ്ട് 2 ഘട്ടങ്ങളിലായിട്ട് ഒരു അലങ്കാര ഗോപുരം, അതുപോലെ തന്നെ ചിറയുടെ നവീകരണം, ഒരു കൽമണ്ഡപം, ഒപ്പം ഒരു തുറന്ന കളരി അടക്കമുള്ള കാര്യങ്ങൾ 2 ഘട്ടങ്ങളിലായിട്ട് പൂർത്തീകരിച്ചു. പടയണി ഗ്രാമത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതുവരെ ഏകദേശം 2 കോടിയോളം രൂപ ചിലവാക്കിയെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ ചിലവാക്കിയതിന്റെ കണക്കുകളോ രേഖകളോ ആരുടെയും പക്കലില്ല. പടയണി ഗ്രാമം പൂർത്തിയായാൽ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പടയണിയെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർക്കും ഒരുപാട് ഗുണം ചെയ്യപ്പെടും. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പടയണിക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല. അതുകൊണ്ടാണോ പടയണി ഗ്രാമത്തെ സംരക്ഷിക്കാത്തത് എന്നുള്ള ചോദ്യമാണ് ഈ പടയണി കലാകാരന്മാർ ചോദിക്കുന്നത്. വരുന്ന തലമുറയ്ക്ക് തന്നെ ഇത് ഒന്നും ചെയ്യാൻ ഒക്കാത്തൊരവസ്ഥ.